നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങളിൽ ഭീതി പരത്തി ഒമിക്രോൺ വ്യാപനം അതിശക്തമാവുകയാണ്. ഒമിക്രോൺ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ 1.5 മുതൽ 3 ദിവസത്തിനുള്ളിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ 89 രാജ്യങ്ങളിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ജനങ്ങളുടെ പ്രതിരോധശേഷി കൂടിയ രാജ്യങ്ങളിൽ പോലും രോഗവ്യാപനം വേഗത്തിലാണ്. ഒമിക്രോണിന്റെ തീവ്രത, അപകടശേഷി, വാക്സിൻ പ്രതിരോധത്തെ മറികടക്കുമോ തുടങ്ങിയവയിൽ നിഗമനത്തിലെത്താൻ കൂടുതൽ ഡേറ്റ ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. നിലവിലെ പ്രതിരോധശേഷി മറികടക്കുന്നതിനാലാണോ ഒമിക്രോൺ അതിവേഗത്തിൽ പടരുന്നതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിലും ആശങ്കയുയർത്തി കോവിഡ് വ്യാപനം അതിശക്തമാവുകയാണ്. ഒമിക്രോൺ വ്യാപന തീവ്രത കൂടിയാൽ രാജ്യത്ത് കോവിഡ് 3ാം തരംഗം ഫെബ്രുവരിയോടെ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. എന്നാൽ 2ാം തരംഗത്തിന്റെ അത്ര തീക്ഷ്ണമാകാൻ ഇടയില്ല എന്ന് ദേശീയ COVID-19 സൂപ്പർ മോഡൽ കമ്മിറ്റിയിലെ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 54 കോടിയിലേറെ പേർ 2 ഡോസ് വാക്സിനും 82 കോടിയിലധികം പേർ 1 ഡോസും സ്വീകരിച്ചു കഴിഞ്ഞതിനാൽ പ്രതിരോധം കൂടുതൽ മികച്ചതാകുമെന്നാണ് വിലയിരുത്തുന്നത്. വാക്സിനേഷനിലൂടെ നല്ലൊരു വിഭാഗം പ്രതിരോധശേഷി നേടിയതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. രാജ്യത്താകമാനമായി ഒമിക്രോൺ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രാജ്യത്താകെയായി 440-ലേറെ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. 24 ജില്ലകളിൽ പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലും തെലങ്കാനയിലുമായി ഇന്നലെ 21 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ 8 പേർക്കാണ് പുതുതായി ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചത്. 8 പേർ മുംബൈയിലാണ്. ഇതോടെ സംസ്ഥാനത്താകെ ഒമിക്രോൺ ബാധിതർ 48 ഉയർന്നു. തെലങ്കാനയിൽ 13 പേർക്ക് കൂടിയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. വിദേശത്തു നിന്ന് ഹൈദരാബാദിൽ എത്തിയവരാണ് എല്ലാവരും. ഇതോടെ തെലങ്കാനയിൽ ഒമിക്രോൺ ബാധിതർ 20 ഉയർന്നു. കേരളത്തിലാകട്ടെ ഇന്നലെ 4 പേർക്ക് കൂടി ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ സംസ്ഥാനത്താകെ രോഗബാധിതരുടെ എണ്ണം 11 ഉയർന്നു. തിരുവനന്തപുരത്തെത്തിയ 2 പേർക്കും മലപ്പുറത്തെത്തിയ ഒരാൾക്കും തൃശൂർ സ്വദേശിനിക്കുമാണ് ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്തെത്തിയ 17-കാരൻ UK-യിൽ നിന്നും 44-കാരൻ ട്യൂണീഷ്യയിൽ നിന്നും വന്നവരാണ്. മലപ്പുറം സ്വദേശി ടാൻസാനിയയിൽ നിന്നും തൃശൂർ സ്വദേശിനി കെനിയയിൽ നിന്നുമാണ് എത്തിയത്. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം കെനിയ, ട്യൂണീഷ്യ എന്നിവ ഹൈറിസ്ക് രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിനാൽ ഇവർക്ക് സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ 17 വയസ്സുകാരൻ ഡിസംബർ 9-ന് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം UK-യിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതാണ്. ഇതോടൊപ്പം അമ്മൂമ്മയും സമ്പർക്ക പട്ടികയിലുണ്ട്. ഇവരെല്ലാവരും ചികിത്സയിലാണ്. തിരുവനന്തപുരം എയർപോർട്ട് വഴി വന്ന 44-കാരൻ ഡിസംബർ 15-ന് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്താണ് എത്തിയത്. ഹൈറിസ്ക് രാജ്യമല്ലാത്തതിനാൽ എയർപോർട്ടിൽ റാൻഡം പരിശോധന നടത്തിയ ശേഷം ഇദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. പരിശോധനയിൽ പോസിറ്റീവാണെന്ന് കണ്ടെത്തി. മലപ്പുറത്ത് ചികിത്സയിലുള്ളയാൾ ദക്ഷിണ കർണാടക സ്വദേശിയാണ്. ഡിസംബർ 13-ന് കോഴിക്കോട് എയർപോർട്ടിലെ പരിശോധനയിൽ ഇദ്ദേഹത്തിന് പോസിറ്റീവായതിനാൽ നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഇവർ യാതൊരു കാരണവശാലും 14 ദിവസത്തേക്ക് പൊതുയിടങ്ങൾ സന്ദർശിക്കാനോ ആൾക്കൂട്ടമുണ്ടാകുന്ന ചടങ്ങുകളിൽ സംബന്ധിക്കാനോ പാടില്ല എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.